ആറ്റുകാൽ പൊങ്കാല ദിനം ഞാനിപ്പോൾ നിൽക്കുന്നത് യൂണിവേഴ്സിറ്റി കോളേജിന് സമീപത്ത് ഈ ഹോട്ടൽ സൗത്ത് പാർക്കിൻ്റെ മുൻവശത്താണ്. ഇവിടെ റോഡിന് ഇരുവശവും എല്ലാവരും പൊങ്കാല ഇടുന്നുണ്ട്. അപ്പോൾ തന്നെ ഇവിടെ നമ്മളെത്തിയപ്പോൾ നമുക്ക് സുപരിചിതയായിട്ടുള്ള മുഖങ്ങൾ നമുക്ക് കാണാൻ സാധിച്ചു. തെന്നിന്ത്യൻ സൂപ്പർ താരം കാർത്തിക, അതോടൊപ്പം തന്നെ അമ്മ രാധ, രണ്ടുപേരും ഇവിടെ ഉണ്ട്. അവരിപ്പോൾ തിരളിയൊക്കെ അങ്ങനെ വെച്ചിട്ട് നിൽക്കുകയാണ്. എങ്ങനെയുണ്ട്? എത്രാമത്തെ വർഷമാണ് ഇപ്പോൾ പൊങ്കാലയുടെ ഭാഗമാവുന്നത്? എങ്ങനെ ഒരു 10-15 വർഷത്തിൽ കൂടുതലായി. അവളിപ്പം കല്യാണം കഴിഞ്ഞ് അവൾക്ക് ഭയങ്കര ഫേവറേറ്റ് ആണ്. സോ അതുകൊണ്ട് കല്യാണം കഴിഞ്ഞിട്ട് ദുബായിൽ നിന്ന് വന്ന് പോയ വർഷം വന്നില്ലേ? വന്നോ? എല്ലാ വർഷവും വരും. ഇന്ന് നമ്മളുടെ എൻ്റെ മദറിൻ്റെ ഫസ്റ്റ് പൊങ്കാലയാണ്. സോ മൈ മദർ-ഇൻ-ലോ കാസർഗോഡിൽ നിന്ന് വന്നു. സോ ഐ വാസ് ലൈക്ക് പൊങ്കാല പ്രാവശ്യം കൂടി ഇടണം. സോ തീർച്ചയായും ജനൻ ടിവിയുടെ മാനേജിംഗ് ഡയറക്ടർ എസ് രാജശേഖരൻ നായരുടെ ഫാമിലി കൂടെയാണ്. എന്തായാലും അവരൊക്കെ ഇങ്ങനെ പൊങ്കാലയുടെ ഭാഗം ആവുകയാണ്. രാവിലെ മുതൽ തന്നെ ഇവിടെ ഭക്തിസാന്ദ്രമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ്. അപ്പോൾ കുഞ്ഞുനാൾ മുതൽ അമ്മയോടൊപ്പം വന്നിട്ടുണ്ട്. അതെ, എവറി ഇയർ. എന്തൊക്കെയാണ് സ്പെഷ്യൽ ഉണ്ടാക്കിയിട്ടുള്ളത്? സോ ഞാൻ പ്രോപ്പർ പൊങ്കാല ജസ്റ്റ് നെയ്യും കോക്കനട്ടും ശർക്കരയില്ലാത്ത. ഞാൻ വന്ന് ഇത് തെരളിയപ്പം, പിന്നെ മണ്ടപ്പുറ്റ്. എൻ്റെ സിസ്റ്റർ എല്ലാവരും ശർക്കര പൊങ്കൽ. അപ്പോൾ ഇനി നിവേദ്യത്തിനായിട്ട് കാത്തു നിൽക്കുകയാണ്. വെയിറ്റ് ഇപ്രാവശ്യം കുറച്ച് ഏർലി ആണല്ലോ. മുമ്പേ പോയ പ്രാവശ്യമൊക്കെ 3 മണിക്കായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഇനി എല്ലാവർക്കും കൊടുക്കുമ്പോഴേ ഉള്ള ഒരു സന്തോഷം. തെരളിയപ്പായതുകൊണ്ട് എല്ലാവർക്കും കഴിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും. കുഞ്ഞുനാളിൽ ഈ തെരളിയൊക്കെ ഇഷ്ടമാണോ? അമ്മയോടൊക്കെ പറയും കൊണ്ടുവരണമെന്നൊക്കെ. ഭയങ്കര ഇഷ്ടമാണ്. സ്പെഷ്യൽ ഡേയ്സിൽ ചെയ്യുന്നതാണ് തെരളിയപ്പം എന്നാണ് ഞാൻ വിചാരിച്ചത്. അപ്പോൾ ആക്ച്വലി ഈ പൊങ്കാല എല്ലാത്തിൻ്റെ ഒരു ഇൻസ്പിറേഷൻ എൻ്റെ ഒരു കോ സിസ്റ്ററിലാണ് ഉണ്ട്, ബ്രദറിലയുടെ വൈഫ് വിജി. പുള്ളിക്കാരി പൊങ്കാലയുടെ ഓരോ കാര്യം പറഞ്ഞിട്ടില്ലേ, ചേച്ചി തലവേദന വന്നാൽ അല്ലെ കണ്ണുവേദന അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ മണ്ടപ്പുറ്റ് അതൊക്കെ ചെയ്താന്ന്. സോ സത്യം പറഞ്ഞാൽ ഇത്രയും വർഷമാണ് കുറേശ്ശെ പഠിച്ചുകൊണ്ട് വരുമ്പോൾ തോന്നുന്നത്. നമ്മളൊരു പൊങ്കാലയിട്ട് തീർന്നു എന്നല്ലല്ലോ. പിന്നെ പൊതുവേ കണ്ണകി ചരിത്രമായതുകൊണ്ട് ചക്കര പൊങ്കൽ തമിഴ്നാട്ടിലും ആ സ്റ്റൈലാണല്ലോ. സോ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇപ്രാവശ്യം തരളിയപ്പോൾ ഒക്കെ ചൂടാം. അപ്പോൾ തൊഴുതായിരുന്നു ആറ്റുകാലിൽ പോയി? അതെ, ഞാൻ വന്ന ദിവസം തന്നെ നൈറ്റ് 12 മണിക്ക് അച്ഛൻ്റെ കൂടെ പോയി നമ്മൾ തൊഴുതു. ഇനി പൊങ്കാല കഴിഞ്ഞ് ഇനി ഈ പൊങ്കാല പ്രസാദമൊക്കെ കഴിച്ചതിന് ശേഷം മാത്രമേ. അതെ അതെ. സോ എല്ലാവർക്കും ഹാപ്പി പൊങ്കാല. അടുത്ത പ്രാവശ്യവും കാണാം. അതെ, എല്ലാ വർഷവും തിരിച്ചു വരും. തീർച്ചയായും അവർ വ്യക്തമാക്കിയതുപോലെ തന്നെ എല്ലാ വർഷവും ഈ പൊങ്കാലയുടെ ഭാഗമാവുകയാണ്. ഓരോ വർഷവും വ്യത്യസ്തമായിട്ടുള്ള സ്ഥലങ്ങളിൽ, അതായത് എവിടെയായിരുന്നാലും പൊങ്കാല ദിവസം ഇങ്ങോട്ടേക്ക് എത്തുമെന്ന് തന്നെയാണ് എല്ലാവരും പറയുന്നത്. എന്തായാലും ഇനിയും ഒരുപാട് കാഴ്ചകളുണ്ട് ഈ പൊങ്കാല ദിനം അനന്തപുരിയിൽ. അവിടേക്കും നമുക്ക് പോവേണ്ടതുണ്ട്.